തൊണ്ടയിൽ എപ്പോഴും കഫം വന്ന് തിങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ. ഇത് ലങ്സിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിച്ച് ചെസ്റ്റ് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി, അതിലൊന്നും ഒരു കുഴപ്പം കാണുന്നില്ല. പക്ഷേ ഇത് വിട്ടുമാറുന്നില്ല. പ്രത്യേകിച്ച് ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് GERD എന്ന് പറയുന്ന രോഗാവസ്ഥ ഉള്ളവരിലാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നത്. ഈ ഒരു ടെൻഡൻസിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പം തന്നെ വയറ് വീർത്ത് വരിക, അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുക, ഭയങ്കരമായിട്ട് ഏമ്പക്കം വരിക, പുളിച്ചെതികെട്ടൽ വരിക, മലബന്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെസ്റ്റ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ കഫക്കെട്ടോ ഒന്നും ഉണ്ടായിട്ടല്ല തൊണ്ടയിലേക്ക് ഇതുപോലെ കഫം കയറി വരുന്നത്. പ്രത്യേകിച്ച് ദഹനക്കേട് മൂലം വയറിലുള്ള ദഹനരസങ്ങൾ മുകളിലോട്ട് കയറി വരുമ്പോൾ ഈസോഫേഗസിന്റെ ഇവിടെ എത്തുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ലങ്സ് ഓവറായിട്ട് കഫം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഈ അവസ്ഥ വരുന്നത്. അതിനുവേണ്ടി ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. രാത്രിയിലെ ഭക്ഷണം 8 മണിക്ക് മുമ്പ് തന്നെ കഴിക്കുക. രാത്രിയിൽ ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുക. പ്രത്യേകിച്ച് നോൺ വെജ് അടങ്ങിയ ഭക്ഷണങ്ങൾ രാത്രി കഴിക്കുന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ദീർഘനേരം ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാതിരിക്കുക. പ്രത്യേകിച്ച് 1/4 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വെള്ളം ധാരാളമായി ഒരു 2 തൊട്ട് 3 ലിറ്റർ വെള്ളം കുടിക്കുക. പക്ഷെ ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ ധാരാളം വെള്ളം ഒരുമിച്ച് കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നല്ലതല്ല. അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസ്, ശരീരത്തിന് വ്യായാമങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ നടക്കാൻ പോവുകയോ അല്ലെങ്കിൽ ജിമ്മിൽ പോവുകയോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഉറക്കം വളരെ ലേറ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങുന്ന ശീലമുണ്ടെങ്കിൽ അത് നേരത്തെയാക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ ഇത് നമ്മളെ സഹായിക്കും.